ചിന്തിച്ചു നോക്കിയ 10 മക്കളെ വളർത്തിയവരുമ്മ. ഒരു വീട്ടിൽ 10 മക്കളെ, ഒരു വീട്ടിന്റെ അകത്തട്ടിൽ ഒരു ഉമ്മയും ബാപ്പയും മക്കളെ എന്ന് പറഞ്ഞ് എല്ലാ മക്കളെയും ഒരുപോലെ കണ്ടിട്ട് നോക്കിയിട്ടുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. പക്ഷേ ഈ കാലഘട്ടത്തിലുള്ള 10 മക്കൾക്ക് ഒരു ഉമ്മയെയും ബാപ്പയെയും നോക്കാൻ സമയമില്ല. അവരൊക്കെ വലിയ വലിയ നിലയിലായി. അവര് പറയും, ഉസ്താദെ ലക്ഷങ്ങൾ കൊടുത്താലും കുഴപ്പമില്ല, എന്റെ ഉമ്മ നിൽക്കുന്ന സ്ഥാപനം അവിടെയാ, അവിടുത്തെ എല്ലാ ഉമ്മമാരെ നോക്കുന്ന ഞാൻ. അതല്ല, ലോകത്തുള്ള മുഴുവൻ ഉമ്മമാരെ നിങ്ങൾ നോക്കിയാലും സ്വന്തം പെറ്റ ഉമ്മയെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കിയിട്ട് നീ എന്ത് കൊടുത്തെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. മക്കൾ എഞ്ചിനീയറാ, ഡോക്ടറാ, അല്ലേ, എല്ലാം വലിയ നിലയില, അല്ലേ. 10 മാസം ചുമന്നോരും നിത്യ ക്ലേശം സഹിച്ചൊരുമ്മ, ക്ലേശമൊക്കെ സഹിച്ചു പ്രസവിച്ചു പൊന്നുമ്മ, നമ്മെ നോവതും സഹിച്ചു പ്രസവിച്ചു പൊന്നുമ്മ. ഉമ്മയും താരാട്ടു പാടി ൂടുറക്കത്തിന്നബോധി പാതിരാവും പകലതാക്കി ഉമ്മയും പാടി നമ്മെ പാടി പാടി ഉറക്കിയ രാവുകൾ നീട്ടി. മക്കളോ വളർന്നു പോയി, മക്കളിൽ മക്കളതായി, മക്കളോ വളർന്നു പോയി, മക്കളിൽ മക്കളതായി. ഉമ്മയുടെ ചന്തമില്ല, ചന്തം കുറവായി. ഉമ്മ വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ ഉമ്മ തനിച്ചായി. മക്കളോ വളർന്നു പോയി, മക്കളിൽ മക്കളതായി. ഉമ്മയുടെ ചന്തമില്ല, ചന്തം കുറവായി. ഉമ്മ വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ ഉമ്മ തനിച്ചായി. മക്കള് വളർന്നു, മക്കളിൽ മക്കളായി, അല്ലേ. മക്കളൊക്കെ നല്ല ഉഷാറായി. വലിയ വലിയ ബിസിനസ്സാണ്, വലിയ വലിയ മുതലാളിമാരാണ്, ഭയങ്കര ആക്റ്റീവാ. ഈ വാളു പറഞ്ഞ ഷമീർ ആണെങ്കിൽ പോലും എല്ലാ ദിവസവും ഇങ്ങനെ ഓടുമ്പോ ഉമ്മാക്കും ബാപ്പാക്കും സുഖമില്ലാന്ന് പറഞ്ഞാൽ ആദ്യം ഞാനവിടെ എത്തണം, ഞാനവിടെ ഓടിയെത്തണം, അതെന്റെ കടമയാണ്. ഇല്ലാതെ എന്ത് വാളു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മക്കള് വളർന്നു, മക്കളിൽ മക്കളായി. അപ്പൊ നല്ല സൗന്ദര്യമുള്ള നമ്മുടെ ഉമ്മയുടെ ചന്തം പോയി. ഇല്ല, ചില മക്കൾ പറയും കല്യാണം കഴിഞ്ഞാല്, എല്ലാ മക്കളും അല്ല, ചില മക്കൾ പറയും കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ഉമ്മാണോ, നിങ്ങൾ എന്റെ ഉമ്മാന്നല്ല. അത് വെറുതെയാണെങ്കിൽ പോലും ആ ഒരു വാക്ക് മഹാനായ ആബിദുൽ അൻസാരി റഹ്മത്തുള്ളാഹിയുടെ ഉമ്മയുടെ കഥ പറയുന്നിടത്ത് പറയുന്നുണ്ട്. ആ ഉമ്മയുടെ 7ഓളം കഥകൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട മർമ്മപ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒന്ന്, മോനെ നീ വെറുതെയാണെങ്കിൽ നിന്റെ കുട്ടിയോട് നീ അങ്ങനെ പറഞ്ഞല്ലോ, അതെനിക്ക് സങ്കടായി. വെറുതെ പറഞ്ഞാലും അല്ലേ. ചില മക്കൾ കല്യാണം കഴിയും പറയും നിങ്ങൾ എന്റെ ഉമ്മന്നല്ല. പൊന്നുമോനെ നിന്നെ നൊന്ത് പെറ്റയുമ്മ ഞാനടാ, പിന്നെ വന്നൊരു പെണ്ണു കാരണം എന്നെ കൈവെടിയാതടാ. അറ്റപ്പൂക്കിൽ കണ്ണിൽ ബന്ധം എന്നും മണ്ണിൽ വലുതടാ. അറ്റുപോകാതുള്ള ബന്ധം പെറ്റ വയറിനാണടാ. മോനെ ഞാൻ നിന്റെ ഉമ്മയല്ലെന്ന് പറഞ്ഞാൽ നീ എന്നെ എത്ര വെറുത്താലും എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും എത്ര ആക്ഷേപിച്ചാലും നീ ഉമ്മയല്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ നിന്റെ വായിൽ വരുമോ അതൊക്കെ നീ പറഞ്ഞു പോയാൽ അറ്റുപോകാതുള്ള ബന്ധം പെറ്റ വയറിനാണടാ. അറ്റുപോകാത്ത ഒരു ബന്ധമുണ്ട് മോനെ, അറ്റുപോകാത്ത ഒരു ബന്ധമുണ്ട്. അതാണ് ഉമ്മയുടെ പൊക്കുൾ കൊടിയുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് ഞാൻ നിന്റെ ഉമ്മയല്ല എന്നൊരു വാക്കു നീ പറയല്ലോ എന്ന് പറഞ്ഞു പോയെങ്കിലോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സയ്യിദുനാ അബൂ തൽഹാ റളിയല്ലാഹു
അൻഹുവിന്റെ മുമ്പിൽ കാണാൻ നല്ല ഭംഗിയുള്ള ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. അതുകൊണ്ട് പറയുന്ന തങ്ങളെ എനിക്കെന്റെ ഉമ്മയോട് സ്നേഹമില്ലല്ലോ, എനിക്കെന്റെ ഉമ്മയോട് സ്നേഹമില്ല. എന്റെ ഉമ്മ എന്റെ വീടിന്റെ തൊട്ട് അപ്പുറത്താണ് താമസിക്കുന്നത്. എന്റെ ഉമ്മയുടെ അരികത്ത് പോയിട്ട് ഒരുപാട് മാസങ്ങളായി. തങ്ങളെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കുമോ? ഉടൻ തന്നെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയാ, മോനെ നീ പോയൊരു കല്യാണം കഴിക്കടാ, നീ പോയൊരു പെണ്ണ് കെട്ടടാ. ഏറ്റപാട് ചെറുപ്പക്കാരനിക്ക് സന്തോഷമായി. ഇനി എന്തിനാണ് ഈ പല്ലില്ലാത്ത കളവിയുടെ സ്നേഹം ആർക്ക? ഇനി എന്തിനാണ് ഈ തള്ളയുടെ സ്നേഹം? കെട്ടുന്ന പെണ്ണിന്റെ സ്നേഹം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പെണ്ണുങ്ങളെ കല്യാണം ആലോചിച്ച് വിവാഹം കഴിച്ചു. 6 മാസം കഴിഞ്ഞു. 7ാമത്തെ മാസം ഈ ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയാ, അല്ലയോ അബൂ തൽഹ, എനിക്കൊരു കാരക്ക മന്ത്രിച്ചു തരുമോ? അബൂ തൽഹ തങ്ങൾ ചോദിച്ചു, കാരക്കയോ? എന്തിനാ മോനെ നിനക്ക് കാരക്ക? ആ സമയത്ത് പറഞ്ഞു, എന്റെ ഭാര്യ ഗർഭവതിയാണ്, എന്റെ ഭാര്യ ഗർഭവതിയാ. ഉടൻ തന്നെ അബൂ തൽഹ തങ്ങൾ പറഞ്ഞ വാക്കുകൊണ്ട് എഴുന്നേക്കടാ, ഇനി എന്റെ മുമ്പിലെങ്ങാനും നിന്റെ ഭാര്യയുടെ കഥ പറഞ്ഞിട്ട് വന്നാല് ബാക്കി പിന്നെയാണെന്ന് പറയുമ്പോ ചാടി എഴുന്നേറ്റ് ദൂരത്തേക്ക് മാറി നിന്നിട്ട് പൊട്ടിക്കരയുമ്പോ അബൂ തൽഹ തങ്ങൾ അരികത്ത് വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാ മോനെ വന്നത്? ആ സമയത്ത് പറഞ്ഞു, ഒരേ ഒരു വാക്കെന്റെ ഭാര്യ ഗർഭവതിയാ, അവൾക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ, ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ, അവള് ഛർദ്ദിക്കുകയാണല്ലോ, ഒമിറ്റ് ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണല്ലോ. അവള് നടക്കുന്നത് കാണുമ്പോ, അവൾ ഇരിക്കുന്നത് കാണുമ്പോ മനസ്സ് വല്ലാത്ത വേദനയായത് കൊണ്ട് വന്നതാ. ഉടൻ തന്നെ അബൂ തൽഹ തങ്ങൾ പറയാ, നീ എന്റെ മുമ്പിൽ വന്നു പോയ അന്ന് ഞാൻ റബ്ബിലേക്ക് ദുആ ചെയ്തു, പടച്ചവനെ ഈ ഉമ്മക്കും ഈ മകനിക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടാ ഞാനിരുന്നത്. എന്നാലും മോനെ, നിന്റെ ഉമ്മയും എവിടെയാ? മോനെ, നിന്നെ വേദനയോടെ, സങ്കടത്തോടെ, കണ്ണുനീരോടെ, വേദനയുടെ മേല് വേദനയും സങ്കടത്തോടെ നിന്നെ ചുമന്നുകൊണ്ട് നടന്ന ഉമ്മ എവിടെ? ഉമ്മീക ഹഖുൻ അലിംത കതീറോ കതീറോ യാ ഗാദാ ലദൈഹി യസീറോ وكم ليلة ضاقت لثقلك تشتهي لها من جواها ألنة وزفير وفي الوضع لا تدري عليها مشقة فمن أسس منها الفؤاد يطير. നിന്നെ ഗർഭം ചുമന്നത്, നിന്നെ കൊണ്ടു നടന്നത്, നിനക്ക് വേണ്ടി അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഇരുന്നിട്ട് പോലും നിനക്ക് വേണ്ടി അവർ ഭക്ഷണം കഴിച്ചത് അതൊക്കെ നീ മറന്നോ? ഉമ്മാനെ മറക്കല്ലേ, മോഹം കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ, കാൽപാദം സുവർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ, ജന്നത്തിൽ വഴിയതൊന്ന് വെള്ളാരം കല്ല മനമല്ലേ, മുമ്പോ പൊന്നുമ്മ നൽകുന്നു മണിമൊത്തം. നിന്റെ ഉമ്മാനെ മറന്നല്ലോ, അവർ നിന്നെ ചുമന്നവനാണല്ലോ. മോനെ, നിന്റെ ഉമ്മാനെ മറന്നിട്ടാണ് നീ വന്നത്. നിന്റെ ഭാര്യ ഗർഭവതിയായപ്പോ നിനക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിലോ, നിന്നെ 10 മാസം ചുമന്ന് മരണത്തോട് മല്ലടിക്കുന്ന വേദനയോട് നിനക്ക് ജന്മം തന്ന ഉമ്മ നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് പട്ടിണിയാ. കേട്ടപാട്
ഫാത്തിമ കരഞ്ഞിട്ട് പറയുന്ന തങ്ങളെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി വരട്ടെ. ഓടുകയാണ്. എന്റെ വീടിന്റെ മുമ്പിലേക്ക് ചെന്നു ഉമ്മയോട് സലാം പറയുമ്പോ ഉമ്മ മെല്ലെ ചോദിക്കുന്നു, എന്റെ കുട്ടിയാണോ അത്? എന്റെ പൊന്നുമോനാണോ അത്? മോനെ മോനെ അകത്തേക്ക് വാ, മോനെന്റെ മോൻ തന്നെയല്ലേ? ഉമ്മാന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയി. എന്റെ പൊന്നുമോനാണോ? അതേ ഉമ്മ, അകത്തേക്ക് വരട്ടെ ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ നിന്റെ ഉമ്മയാണ്, ധൈര്യമായി വന്നോ. പുന്നാര മകനങ്ങ് ചെല്ലുമ്പോ ഉമ്മ പറയുന്നു, എന്റെ ഇടത് കണ്ണിന് കാഴ്ചയില്ലല്ലോ, ഉമ്മാന്റെ വലതു ഭാഗത്ത് വരുമോ? പ്രിയപ്പെട്ട പുന്നാര ഉമ്മ വലതുഭാഗത്ത് വിളിക്കുമ്പോ മകൻ വലതുഭാഗത്തേക്ക് വരുന്നുണ്ട്. ആ പുന്നാര മകനെ കണ്ടപാട് ഉമ്മ പറഞ്ഞു, മോനെ ഒന്നരികത്ത് വരാമോ? മകന്റെ കവിൽ തടത്തിൽ മുത്തം കൊടുത്തു. മകൻ പറഞ്ഞു, ഉമ്മയെ ഞാനൊന്ന് കുളിപ്പിച്ചോട്ടെ ഉമ്മ. ഉമ്മ സമ്മതിക്കുമ്പോ ഉമ്മാനെ കുളിപ്പിക്കുമ്പോ മുഖത്തുകൂടെ കണ്ണീര് ഒഴുകിയ പാട് അച്ചവനെ അതുമാത്രം കഴുകിയിട്ട് പോകുന്നില്ലല്ലോ. മകൻ ചോദിച്ചു, ഉമ്മ ഈ പാട് മാറുന്നില്ലല്ലോ ഉമ്മ. ഉമ്മ പറഞ്ഞ മറുപടി, ഞാൻ നിന്നെ കാണാത്തത് കൊണ്ട് കരഞ്ഞതല്ല, നീ എന്റെ അരികത്ത് വരാത്തത് കൊണ്ട് കരഞ്ഞതല്ല, മറിച്ച് എന്റെ വയറ് വിശക്കുമ്പോ ഞാൻ ഓർത്തു പോകുന്നത്, പടച്ചവനെ എന്റെ പൊന്നുമോന് വല്ലതും കഴിച്ചിട്ടുണ്ടാകുമോ? ചെറുപ്പക്കാരാ, എത്രയോ രാത്രികളിൽ വീടിന്റെ കട്ടിലേക്കൊന്ന് കടന്നു വരുമ്പോ നിങ്ങളുടെ വയസ്സായ ഉമ്മ നിങ്ങളെ കാത്തു കിടക്കുന്നുണ്ടാകും. എത്ര മക്കളുമ്മ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ വെള്ളം കുടിച്ചോ എന്ന് ചോദിക്കുന്നു. എത്ര മക്കളാ ഉള്ളതില്ലല്ലോ. എന്റെ പൊന്നുമോനെ ഉമ്മാനെ വിളിക്കുമ്പോ എത്രയോ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്, എത്രയോ നാടുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഭാര്യയെ വിളിക്കാറുണ്ടല്ലോ, മക്കളെ വിളിക്കാറുണ്ടല്ലോ, അവരോട് കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോഴൊന്നും ഉമ്മയെ ചോദിക്കാറില്ല. ഏതെങ്കിലും ഒരു മകനവിടന്ന് ഉമ്മ എവിടെ, എന്റെ ഉമ്മയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കുമോ എന്ന് പറഞ്ഞാൽ ഉമ്മ ഫോൺ മേടിച്ചിട്ട് കച്ചവടത്തിന്റെ കാര്യമല്ല പറയുക, കടത്തിന്റെ കാര്യമല്ല പറയുക, അടക്കുന്ന കാര്യമല്ല പറയുക. ഉമ്മ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോനെ ഉമ്മാന്റെ കുട്ടി വല്ലതും കഴിച്ചോ? ഈ ഒരു ചോദ്യം ചോദിക്കാൻ ദുനിയാവിൽ അല്ലാഹു നമുക്ക് തന്ന സൗഭാഗ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുന്നാര ഉമ്മ എന്ന് പറയുന്നത് ആ ഉമ്മാനെ കുളിപ്പിച്ചു ഒരുക്കിയിട്ട് തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാ, വല്ലാഹി ഇത് എന്റെ ഉമ്മയെ കുറ്റപ്പെടുത്തില്ല, എന്റെ ഉമ്മയെ കളിയാക്കില്ല, എന്റെ ഉമ്മയെ ആക്ഷേപിക്കില്ലല്ലോ, എന്റെ ജീവന്റെ ജീവനാ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുമ്മാനെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോയെങ്കിൽ ഭാര്യമാര് ഗർഭവതിയാകുമ്പോ എത്ര വേദനപ്പെടുന്നവരുണ്ട്, അത് കാണാൻ പറ്റാത്തവരുണ്ട്. എന്നാൽ ഇതിനേക്കാൾ എത്രയോ ഡബിൾ സ്ട്രോങ് വേദന സഹിച്ച അവരെത്ര സങ്കടങ്ങള്, അവരെത്ര ദുഃഖങ്ങള്, അവരെത്ര പ്രയാസങ്ങള് സഹിച്ചിട്ടുണ്ട്, അതറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ഉമ്മയെ വെറുക്കല്ലേ, അവരെ കളിയാക്കല്ലേ, അവരെ കുറ്റപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് മഹാനുഭാവനോടന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നല്ലാഹ യുഅജ്ജിലുഹു ബിസ്വാഹിബിഹി ഫിൽ ഹയാതി ഖബ്ലൽ മമാത്. അബൂത്തുൽ ഭയങ്കര ബുദ്ധിമാനാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സമ്മാനം കൊടുത്തു അബൂത്തുൽ ഖദങ്ങൾ. എന്തിനെന്നറിയോ? അവിടത്തെ ബുദ്ധി മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ആദ്യം ദുആ ചെയ്തു, പടച്ചവനെ ഈ ഉമ്മക്കും മകന് കാഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ. രണ്ടുപേരും വന്നു. മകള് തന്റെ ഭാര്യ ഗർഭവതിയായ പടുത്തു വന്നിട്ട് പറഞ്ഞു, മോനെ നിന്റെ ഭാര്യയുടെ സങ്കടം കണ്ട് നീ വന്നോനാ, ഇതിനേക്കാൾ ഡബിൾ സ്ട്രോങ് നിന്റെ ഉമ്മ വേദന സഹിച്ചിട്ടുണ്ട്, നിന്റെ ഉമ്മ സങ്കടം സഹിച്ചിട്ടുണ്ട്, അത് നീ മറന്നുപോയി.
കേട്ടപ്പോ കൽബ് പൊട്ടിയിലെ ഓടിയിലെ ഉമ്മാന്റെ അരികത്ത്. അള്ളാഹു നമ്മളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഇവിടെ പറഞ്ഞു പോയവരുടെ ഖബറിടങ്ങൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കട്ടെ. ഇല്ലെങ്കിൽ നാളെ അള്ളാഹിന്റെ നരകത്തിന്റെ ചാരത്ത് മനുഷ്യന്മാരെ കൊണ്ടിരുത്തിയിട്ട് അള്ളാഹ് ഒരു ചോദ്യം ചോദിക്കും. നമ്മൾ വിട്ടുപോകും ഇല്ലേ? ഇദാ ഉൽഖൂ മിൻഹാ സമിഉ ലഹാ ശഗീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈർ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹു ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകذبنا وقلنا ما نزل الله من شيء. ഉച്ചയ്ക്ക് ശേഷം നല്ല ഖിറാത്ത് കേൾക്കാം. ബഹുമാനപ്പെട്ട അബൂ ഷമാസ് ഉസ്താദിന്റെ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവളുടെ ഖിറാത്ത് മാത്രം കേൾക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കത് കേൾക്കാനും പഠിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. അപ്പോ അള്ളാഹ് ചോദിക്കാണ് നരകത്തിന്റെ ജാരം കൊണ്ടിരുത്തിയിട്ടുള്ള ചങ്ങായി, നിന്റെ ഉമ്മയെ പറ്റി പറയാൻ, നിന്റെ വാപ്പയെ പറ്റി എല്ലാം ഖുർആനിൽ പറഞ്ഞില്ലേ? മുന്നറിയിപ്പുകാര് വന്നില്ലേ? സക്കാത്ത് കൊടുക്ക്, വൻഫിഖൂ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിങ്ങൾ ചിലവഴിക്ക്, അബിൽ വാലിദൈനി ഇഹ്സാന, മാതാവിനും പിതാവിനൊക്കെ സേവനം ചെയ്യേ എന്നെല്ലാം നിന്നോട് പറഞ്ഞിട്ടില്ലേ? ചില മനുഷ്യന്മാര് പറയും, പടച്ചോനെ ഞങ്ങൾ അതൊക്കെ കേട്ടു റബ്ബേ, പക്ഷെ ഞങ്ങൾ വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. ഞങ്ങൾ ഈ ദുനിയാവിന്റെ പുറത്തൂടെ അടിച്ചു പൊളിച്ച് കളിച്ച് രമിച്ച് സുഖിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി, ഞങ്ങൾ വലിയ കാര്യമാക്കിയിട്ടില്ല. റബ്ബ് വെറുതെ വിടോ? للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا. നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് റബ്ബ് പറയാണ്, ജസാഅൻ വിഫാഖ, നീ നിന്റെ ഉമ്മയെ കളിയാക്കിയവന്, നിന്റെ ഉമ്മയെ ആക്ഷേപിച്ചവന്, നീ നിന്റെ ഉമ്മയെ കുറ്റപ്പെടുത്തിയവന്, നിന്റെ ബാപ്പയെ കളിയാക്കിയവന് ജസാഅൻ വിഫാഖ, യോജിച്ച ശിക്ഷ, അനുയോജ്യമായ ശിക്ഷ അനുഭവിച്ചോ. ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, പെട്ടുപോകും. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയ്. സയ്യിദന്മാരുള്ള മജ്ലിസ് അല്ലേ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടൊക്കെ ആമീൻ പറയാനുള്ളത്. അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരമക്കളുള്ള മജ്ലിസില് അത് ഭയങ്കര സന്തോഷാണ്. കൽബകമിൽ സ്നേഹമാ സയ്യിദരാം പോമാ മനമകിലം തേടുന്നു ആകരമാണേ എന്നും സന്തോഷത്താലേ നിറഞ്ഞിടും ചേർത്തുള്ള കൈകളൊന്നു പൂണരാനും മുത്തു സ്വഹാബത്ത് കാത്തിരും നീ എന്നാൽ കിട്ടുന്ന സ്നേഹത്താൽ ഓടിടും നീ മുത്തു റസൂലിൻ വഫാത്തിന്റെ ശേഷവും മുത്തിന്റെ പേരിടങ്ങളിലായി ഓടി വരുവനല്ലോ സ്വഹാബത്തോരേ. നിബിധങ്ങളെ ഒന്ന് വാരിപ്പുണരാൻ പറ്റിയ സ്വഹാബത്ത് മത്സരിക്കും. ഹബീബ് വഫാത്തായപ്പോ ഹബീബിന്റെ പേരമക്കളെ കൈപിടിക്കാൻ വേണ്ടി മത്സരിക്കും. നമ്മളും ഇവിടെ അതല്ലേ ചെയ്യുന്നത്? നമ്മൾ ബഹുമാനപ്പെട്ട ലിയാഖത്തിൽ തങ്ങളെ കണക്കുള്ള സയ്യിദന്മാർ, നമ്മൾ അവരുടെയൊക്കെ കൈപിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷമാണ്. അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു തആല കടത്തട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്ര നല്ലൊരു മജ്ലിസ, ഒരുപാട് നേരം കൊല്ലം കുറച്ചു അള്ളാഹ് എത്ര പെട്ടെന്ന് സമയം പോയത്. അതുകൊണ്ട് പൊന്നാര ഉപ്പമാരെ വെറുപ്പിക്കരുത്, ഉമ്മാനെ വാപ്പാനെ.
ഒരൊറ്റ അനുഭവം പറഞ്ഞു തരാം. ഒരു അനുഭവം എന്തിനെന്നറിയോ? ഞാൻ നിങ്ങളുടെ സമയം കൊന്നു കളയാനല്ല. ഒരു അനുഭവം, നടന്ന ഒരു അനുഭവം. എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ അതൊരു മാറ്റം. ഞാൻ ഒരുപാട് വഅലിന്റെ മജ്‌ലിസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. വല്ലാഹി ബഹുമാനപ്പെട്ട സയ്യിദിനെ മുന്നിൽ നിർത്തിയിട്ട് ഞാൻ പറയാം, അൽഹംദുലില്ലാ, ആ ഒരൊറ്റ ഇത് കേട്ടിട്ട് ഒരുപാട് യുവാക്കള് അവരെ ഉമ്മയെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. ഉസ്താദെ, ഞാൻ ഇനി എന്റെ ഉമ്മാനോടൊന്നും പറയില്ല, എന്റെ ഉമ്മ സംസാരിക്കുമെന്ന് പറഞ്ഞു. വല്ലാഹി എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരൊറ്റ സംഭവം പറഞ്ഞിട്ട്. കാരണം ഉമ്മയെ ബാപ്പയെ വെറുപ്പിച്ചു കഴിഞ്ഞാല് അതിന്റെ ശിക്ഷ നാളത്തേക്ക് വേണ്ടി മാറ്റൂല. ബാക്കിയെല്ലാം അള്ളാഹു നാളത്തേക്ക് വേണ്ടി മാറ്റും. പക്ഷേ ഉമ്മാനെ ബാപ്പാനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ അള്ളാഹു അതിന്റെ ശിക്ഷ തരും. അള്ളാഹുവെ, നമ്മൾ അറിഞ്ഞും അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണേ പടച്ചോനെ. ഇതുപോലെ നമ്മുടെ കരുനാഗപ്പള്ളി ഭാഗത്ത് ഇതുപോലെ പോകുമ്പോൾ വാതിന് പോകുന്നൊരു സമയം നമ്മുടെ വാഹനം നമ്മളെ സമയം താമസിച്ച പോകുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ തൊട്ടു പിന്നാലെ അന്നെന്റെ കൂടെ വാഹനം ഓടിക്കുന്നത് നമ്മുടെ കുന്നംകുളത്തുള്ള ഒരു പന്തല്ലൂർ തങ്ങൾ എന്നറിയപ്പെടുന്നൊരു സയ്യിദായിരുന്നു. ഞാനിപ്പോ ഡ്രൈവറായിട്ട് കൂട്ടിയതല്ല, മൂപ്പർ ഇഷ്ടം കൊണ്ട് ഓടിച്ചു വരുന്ന 8 കൊല്ലം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞു, തങ്ങളെ അവര് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അവര് നേരെ വാഹനത്തിന്റെ മുമ്പിൽ അവര് വന്നിട്ട് 2 ചെറുപ്പക്കാർ വന്നിട്ട്, ഉസ്താദേ, ഒരാള് കാണണമെന്ന് പറയുന്നു, ഇന്നത്തെ നിങ്ങളുടെ വാദിന്റെ മജ്‌ലിസിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും, മോനെ, സമയം ഒരുപാടായി, അദ്ദേഹത്തിന് നമ്മുടെ കൂടെ വരാൻ പറയും, നിങ്ങളുടെ നമ്മളെ പിന്നാലെ വാ. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ നമ്മുടെ വാഹനത്തിലുണ്ട്. പൊന്നാര ഉപ്പമാരെ, മനസ്സുവല്ലാതെ പൊട്ടിപ്പോയി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഉമ്മക്ക് വേണ്ടി ദുആ രക്കണം. ഞാൻ ചോദിച്ചു, ഉമ്മക്ക് രോഗമാണോ? അല്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടോ? ഞാൻ പറഞ്ഞു, മോനെ, അവിടെ എത്തുന്നത് വരെ പറഞ്ഞു, എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ ഉസ്താദേ. എന്റെ ഉപ്പ എന്റെ ചെറുപ്പത്തിൽ വിട പറഞ്ഞു പോയതാണ്. എന്നെ പോറ്റി വളർത്തിയത്, എന്നെ സ്നേഹിച്ചത് എന്റെ ഉമ്മയാ. എന്റെ ഉമ്മക്കൊരു രോഗമുണ്ട്, ശരീരത്തിന്റെ എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന രോഗമാണ്. എവിടെ വീണാലും കൈയും കാലും ഒടിഞ്ഞു പോകും. അതുകൊണ്ട് സൂക്ഷിച്ചാണ് എന്റെ ഉമ്മ നടക്കാറുള്ളത്. എന്റെ ഉമ്മ പറഞ്ഞു, മോനെ, നീ ഒരു കല്യാണം കഴിക്കുമോ? ഉമ്മാടെ കൈക്ക് ആരോഗ്യമില്ലല്ലോ, ഉമ്മാക്ക് സങ്കടമാ മോനെ, എന്റെ കൈക്കൊക്കെ വേദനയാ മോനെ. അങ്ങനെ ഉസ്താദേ, ഞാൻ ഒരു കല്യാണം കഴിച്ചു. അല്ലാഹു എനിക്ക് 2 കുരുന്നു മക്കളെ തന്നു. എന്റെ മക്കളെന്ന് പറഞ്ഞ എനിക്ക് ജീവനാ. ആ പ്രിയപ്പെട്ട കുറുന്ന മകളും എന്റെ ഭാര്യ ഉമ്മയുമായിട്ട് ഒരുമിച്ച് പോകുമ്പോ ഒരു വേള പാതിരാത്രിയിൽ എന്റെ ഉമ്മ മലമൂത്ര വിസർജനത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോ അവിടെ അന്ന് പണി നടക്കുന്നുണ്ട് വീട്ടില്. അവിടെ കിടന്ന ഒരു വയറിൽ തട്ടിയിട്ട് ഉമ്മാന്റെ കാല് തട്ടി താഴെ വീഴുമ്പോ 2 കാലുകളും ഒരു കൈയും മുടിഞ്ഞു പോയി. 2 കാലുകളിലും ഒരു കൈയിലും പ്ലാസ്റ്റർ ഇട്ടു. എന്റെ വീട്ടിന്റെ ഘട്ടത്തിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവള് പറഞ്ഞു, നിങ്ങളുടെ ഉമ്മയും നിങ്ങളും, അല്ലെങ്കിൽ ഞാനും 2 മക്കളും നിങ്ങളും, നിങ്ങളുടെ ഉമ്മാന്റെ മലമെടുക്കാൻ എന്നെ കിട്ടില്ല, നിങ്ങളുടെ ഉമ്മയെ നോക്കാൻ എന്നെ കിട്ടില്ല. 2 കാലും അല്ലാഹുവേ, 2 കാലും ഒരു കൈയും പോയല്ലോ, എങ്ങനെയാണ് അവര് നോക്കുന്നത് എന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ പെണ്ണിനോട് പറഞ്ഞു, മോളെ, ഉമ്മയുടെ കൈയും കാലും ഒന്ന് ശരിയാകുന്നത് വരെ നോക്കാം. അങ്ങനെ ഉസ്താദേ, ഉമ്മയുടെ കൈയുടെ കാലിന്റെ പ്ലാസ്റ്റർ എടുത്തു. എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, 75,000 രൂപ ശമ്പളം മേടിക്കുന്ന ചെറുപ്പക്കാരനാ. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നമുക്കൊരു യാത്ര പോകാം. അങ്ങനെ ഉമ്മയും മക്കളും ഭാര്യയുമായിട്ട് യാത്ര പോകാൻ ഒരുങ്ങുമ്പോ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, കുറച്ച് ഡ്രസ് കൂടെ എടുക്കുമോ? അങ്ങനെ എന്റെ ഉമ്മ ഡ്രസ് എടുത്തു. സാറേ, നമ്മൾ ഒരുമിച്ച് യാത്ര പോയി. ഒരു കെട്ടിടത്തിന്റെ മുമ്പിലെത്തിയപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഇന്ന് മുതൽ നമ്മൾ താമസിക്കുന്നത് ഇവിടെയാ ഉമ്മ, നമ്മൾ കിടക്കുന്നത് ഇവിടെയാ ഉമ്മ. ഉമ്മ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എന്റെ മക്കളുള്ളപ്പോ, എന്റെ പേരമക്കളുള്ളപ്പോ ഞാൻ എന്തിന് പേടിക്കണം മോനെ? ഉടൻ തന്നെ ഞാമതാ പതുക്കെ പറഞ്ഞു, ഉമ്മ, ഇവിടെ ഞാനില്ല, ഭാര്യയില്ല, മക്കളില്ല. എന്റെ ഉമ്മയെ പോലത്തെ ഒരുപാട് ഉമ്മമാർ ഇവിടെയുണ്ടമ്മ.
കേട്ടപ്പോ തന്നെ എന്റെ ഉമ്മക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. പറയുമ്പോഴൊക്കെ എന്നെ പോലല്ല, അവന്റെ കവിൽ തടങ്ങളിലൂടെ കണ്ണുനീര് ഒഴുകി വരുന്നുണ്ട്. അവൻ ഇന്നും എന്റെ കയ്യിൽ തന്ന ഒരു കത്തിയും വല്ലാഹി ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് പറയുന്നു, ഞാൻ കൊണ്ടുവന്നാക്കിയിട്ട് വേഗം കൊടുത്ത് കയ്യിൽ കൊടുത്ത് തിരിച്ചിറങ്ങുമ്പോ എന്റെ ഉമ്മ എന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചുപോയി. അതെന്റെ മനസ്സങ്ങ് സങ്കടമായി. എന്തേ കാരണമെന്നറിയുമോ? എന്റെ ഉമ്മ ചിരിച്ചത് ഞാൻ സങ്കടപ്പെടാൻ പാടില്ലല്ലോ. അങ്ങനല്ലേ നമ്മുടെ ഉമ്മമാര് എത്ര വേദനകൾ വന്നാലും എത്ര സങ്കടങ്ങൾ വന്നാലും എത്ര ദുഃഖങ്ങൾ വന്നാലും മക്കളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവര് നല്ലതുപോലെ മുന്നോട്ട് പോകുന്നവരാണല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അവൻ പറയാ, ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് കടന്നുപോയി. ഇന്ന് ഞാൻ താമസിക്കുന്നത് വർക്കലയുടെ തൊട്ടടുത്താണ്. ഇവൻ പറയുന്നു, ഉസ്താദേ, വർക്കലയിൽ നിന്ന് വാഹനമെടുത്ത് ഞാൻ എന്റെ ഓഫീസിലേക്ക് പോവുകയാ. പെട്ടെന്നതാ എവിടെന്ന് വന്നെന്നറിയില്ല, എതിർദിശയിലൂടെ കടന്നു വന്നവര് വാഹനവുമായിട്ട് കൂട്ടിയിടിച്ചിട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ കിടന്ന് കണ്ണു തുറക്കുമ്പോ, പടച്ചവനെ നിങ്ങൾ കണ്ടോ, എന്റെ രണ്ട് കാലുകളും മുറിച്ചു മാറ്റിയിരിക്കുകയാ. കേവലം ഒരു കെട്ടുകഥയല്ല ചെറുപ്പക്കാരാ, കേവലം ഒരു ഉണ്ടാക്കിയ ഒരു കഥയല്ലല്ലോ. വർക്കല എന്ന് പറയുന്ന സ്ഥലത്തൂടെ പോകുമ്പോ ഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാത്തി ഖബ്ലൽ മമാത്. റസൂൽ തങ്ങൾ പറഞ്ഞത്, ഉമ്മയെ ബാപ്പയെ വെറുപ്പിച്ച മകനാണോ, അതിന്റെ ശിക്ഷ ഖിയാമത്ത് നാൾ വരെ പിന്തിപ്പിക്കില്ലല്ലോ. ഉടൻ തന്നെ അല്ലാഹു അതിന്റെ ശിക്ഷ തരുമെന്നുള്ളത് ഓർത്തു പോവുകയാണ്. അവൻ പറഞ്ഞു, ഉസ്താദേ, രണ്ട് കാലുകൾ മുറിച്ചു, എന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവൾ ഒരു എഴുത്തെഴുതി വെച്ചൊന്ന് വായിച്ചു നോക്കൂ. ആ എഴുത്ത് എന്റെ കയ്യിലേക്ക് തന്നു. ഞാൻ ആ എഴുത്ത് വായിക്കുമ്പോ അതിൽ എഴുതിയത്, രണ്ട് കാലുകളില്ലാത്ത ഒരാള് ഭർത്താവായിട്ട് അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനും എന്റെ മക്കളും പോവുകയാ. ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മയെ കൊണ്ടുവന്ന് വൃദ്ധസദനത്തിലാക്കി. എന്റെ പൊന്നുമക്കളെ ഓർത്തിട്ടല്ലേ ഞാൻ എന്റെ ഉമ്മയെ വൃദ്ധസദനത്തിന്റെ ഉള്ളിലാക്കിയത്. അവള് പോയല്ലോ, എന്റെ മക്കള് പോയല്ലോ. ഇന്ന് ഞാൻ ആ വീടിന്റെ അറ്റത്തിൽ കിടക്കുകയാ. അയൽവക്കത്തുള്ള സാദർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട എഞ്ചിനീയറായ ചെറുപ്പക്കാർ, അവനാണ് എന്റെ മലമെടുക്കുന്നത്, അവനാണ് എന്നെ കുളിപ്പിക്കുന്നത്, അവനാണ് എന്റെ മൂത്രമെടുക്കുന്നത്. അങ്ങനെ ഉള്ള പ്രിയപ്പെട്ട പുന്നാര ചെറുപ്പക്കാർ, അവനിക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ പറയാ, അവനാണ് എന്നെ പൊന്നു പോലെ നോക്കിയത്. എന്റെ ബന്ധുക്കൾ പോലും മറന്നു ഉസ്താദേ. കാരണം ഉമ്മയെ കൊണ്ടുവന്ന വൃദ്ധസദനത്തിലാക്കിയത് കൊണ്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ ഒരു വേള സുബഹിന്റെ ടൈമാകുമ്പോ ആരോ വീടിന്റെ വാതിൽ പടിയിൽ വന്നിട്ട് മുട്ടുകയാണ്. ആര് വന്ന് തുറന്നാലും കതക് തുറക്കാൻ പറ്റില്ലല്ലോ. ആര് വന്ന് വിളിച്ചാലും കതക് തുറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയതാ കൂട്ടുകാരൻ നിസ്കാരം കഴിഞ്ഞ് അവന് ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് നേരത്തെ വന്ന് കതക് തുറക്കുന്നു. ആരെയാണോ ഞാൻ വൃദ്ധസദനത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടാക്കിയത്, എന്റെ പ്രിയപ്പെട്ട എന്റെ ജീവന്റെ ജീവനായ ഉമ്മ വടിയും പിടിച്ചു പിടിച്ചെന്റെ അകത്തട്ടിലേക്ക് വരികയാണ്. എന്റെ മുമ്പിൽ വന്നിട്ട് എന്റെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, ഞാൻ നിന്റെ മുമ്പിൽ വരണമെന്ന് പറഞ്ഞിട്ട് വന്നവളല്ല, എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ആഗ്രഹിച്ചവളല്ല, എന്നെ കുറ്റപ്പെടുത്താൻ വന്നവളല്ല. ഇന്നലെ ഒരു ഉമ്മയെ കാണാൻ ഒരു മകൻ വന്നപ്പോ ആ മകൻ പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ മകനിക്ക് ആക്സിഡന്റ് പറ്റി രണ്ട് കാലുകളും പോയി വീട്ടിലുണ്ട്, പ്രത്യേകിച്ച് ഭാര്യയും മക്കളും കളഞ്ഞു പോയി. നിങ്ങളുടെ മോന്റെ കാര്യം വല്ലാത്ത സങ്കടമാ. എത്രയായാലും ഞാനൊരു ഉമ്മയല്ലേ മോനെ. എത്ര കുറ്റപ്പെടുത്തിയാലും, എത്ര ആക്ഷേപിച്ചാലും, എത്ര കളിയാക്കിയാലും, ഇനി കരണക്കുറ്റി കടിച്ചാലും മക്കള് വേദനയാണെന്ന് പറഞ്ഞ അവിടെ ഓടി വരുന്നവർ ശരീരത്തിന്റെ ഉടമസ്ഥയാരാ? എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട പുന്നാര ഉമ്മയല്ലേ സഹോദരങ്ങളെ. എന്റെ ഉമ്മ എന്റെ അരികത്ത് വരുമ്പോ
ഞാൻ എന്റെ ഉമ്മയെ അങ്ങ് ചേർത്ത് പിടിച്ചു. ആ ചുട്ടുചുളിഞ്ഞ കവിൾത്തടത്തിൽ തുരുതുരാ മുത്തം കൊടുത്തു. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ, നിനക്ക് വെറുപ്പില്ലെങ്കിലോ ഉമ്മാക്കുള്ള ആരോഗ്യം കൊണ്ട് നിനക്ക് ഭക്ഷണം തരാ, ഉമ്മാടെ വിറക്കുന്ന കരങ്ങൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാം. അന്ന് മുതല് എനിക്ക് ഭക്ഷണം തരുന്നത് എന്റെ ഉമ്മയാ, എന്നെ കുളിപ്പിക്കുന്നത് എന്റെ ഉമ്മയാ, എന്റെ മലമെടുക്കുന്നത് എന്റെ ഉമ്മയാ, എന്റെ മൂത്രമെടുക്കുന്നത് എന്റെ ഉമ്മയാ. ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മലവും മൂത്രവും ഒക്കെ എടുത്തുകൊണ്ട് കടന്നു വരുന്ന എന്റെ ഉമ്മയാ. പ്രത്യേകിച്ച് രാത്രി 2:30 മണിക്ക് എനിക്കൊരു ഗുളികയുണ്ട് കഴിക്കാറ്. അത് കഴിച്ചിട്ടില്ലെങ്കിൽ നേരം വെളുത്ത് കാല് മുറിച്ചു മാറ്റിയ ഭാഗത്തുനിന്ന് വേദന വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മുറിച്ചു മാറ്റിയ ഭാഗത്തുനിന്ന് വേദന വരുന്നത് കൊണ്ട് ഗുളിക കഴിക്കാറുണ്ട്. മറ്റുള്ള ഗുളിക കഴിക്കുന്നത് കൊണ്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകും. അങ്ങനെ ഉറങ്ങിപ്പോകുമ്പോ എന്റെ ഉമ്മ ഉറങ്ങാറില്ലല്ലോ, എന്നെ വന്ന് വിളിച്ചുണർത്താറുണ്ടല്ലോ. ഇന്ന് എന്റെ ഉമ്മ മരിച്ച് കബറിലാ ഉസ്താദേ. ഇന്ന് 3 ദിവസമായി എന്റെ ഉമ്മ ഇവിടെ പറഞ്ഞിട്ട് എന്റെ ഉമ്മക്ക് വേണ്ടി വന്ന് ദുആ ചെയ്യാൻ പറയാമെന്നതാ. ഇവിടെ ഇരിക്കുന്ന എന്റെ യുവാക്കളെ, എന്റെ ഉപ്പമാരെ, ബഹുമാനപ്പെട്ട സീതവറുകൾ ഉമ്മയെ പറ്റി പറയണമെന്ന് പറയുമ്പോ അത് നമ്മുടെ നിസ്കാരം സ്വീകരിക്കാനാ, നമ്മുടെ നോമ്പ് സ്വീകരിക്കാനാ, നമ്മുടെ ഇവിടത്തെ വരവല്ലാഹു സ്വീകരിക്കാനാ. ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തമില്ല എന്നുണ്ടെങ്കിൽ അല്ലാഹുവിന് നമ്മുടെ ഒരു പ്രവർത്തനവും വേണ്ട. അവരെ വെറുപ്പിച്ചു പോയാൽ സുബ്ഹാനല്ലാഹ്, ദുനിയാവിന്റെ പുറത്ത് അല്ലാഹു ഉടൻ തന്നെ ശിക്ഷ തരുമെന്ന് ലോകത്തിന്റെ രാജകുമാര നബിയുനാ മുഹമ്മദ് മുസ്തഫ എന്ന് പറയും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 മിനിറ്റ് അത്രേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോ ബാങ്കിന് സമയമായി. അതല്ല എനിക്ക് അൽഹംദുലില്ലാ ഇവിടെ ഓടി നമ്മുടെ പരപ്പനങ്ങാടി എത്തണം. എനിക്ക് അങ്ങോട്ട് പോവാനുണ്ട്. പറയാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. ഇവിടെ 10 മിനിറ്റ് പറയാൻ അൽഹംദുലില്ലാ അവസരം കിട്ടിയാലും ഞാൻ വന്ന് പറയും. അല്ലാഹു എല്ലാവർക്കും സന്തോഷം സമാധാനം അല്ലാഹു തആല കൊടുക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറയാ, മോനെ, നിന്റെ ഉമ്മ ഉണ്ടല്ലോ, എല്ലാ സ്വഹാബത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ സ്നേഹത്തോട് വിളിച്ചൊരു വിളിയുണ്ട്. അതെന്താ വിളിക്കാന്ന് അവർക്കറിയില്ല. ഇനിയിപ്പോ തങ്ങന്മാരായാലും ഉസ്താദുമാരായാലും അവർക്ക് ഉസ്താദൊന്നുമില്ല, അവർക്ക് എല്ലാവരും മക്കളാ. വിളിക്കും. നമ്മുടെ ഉമ്മയെ കണ്ടിട്ടില്ലേ, നമ്മൾ വന്നില്ലെങ്കിലും പാതിരാത്രി കാത്തിരിക്കും. നമ്മുടെ ഭാര്യ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും, മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും, ഉമ്മാക്ക് ഉറക്കം വരൂല. ഉമ്മ കാത്തിരിക്കും. കൂടെ നോക്കും, മോന്റെ വാഹനത്തിന്റെ ശബ്ദം കേൾക്കുന്നു, വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു, ഉമ്മ നോക്കും. അത് വരുമ്പോ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശരീരം ചുക്കിച്ചുളിഞ്ഞു പോയ ആ വൃദ്ധമാതാവിനെ അത് പല മക്കളും കാണാതെ പോയി. അതുകൊണ്ട് ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ വെറുപ്പിക്കരുത്. അവർ വിളിച്ച സ്നേഹത്തിന് പകരം കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ല, അല്ലേ? മമരം ഗോച്ചിടോമി അരികത്തെ മണ്ണിൽ കിടക്കണ പൊന്നുമ്മ, കോരിരുൾ നീന്തിടോമി അരികത്തെ പള്ളിപ്പറമ്പിലാണ് ഉമ്മ, കുട്ടിക്കളി മാറും കാലത്തും മുമ്പാകെ വിട്ടു പിരിഞ്ഞില്ലേ വാപ്പയും, പിന്നെ കരളിലെ മാണിക്കല്ലായി മാറത്തോളുപ്പിച്ചതാണുമ്മ, മാസം 10ഓളം ചുമന്നുള്ളോരുമ്മ, ആടി വിളിച്ചാലി പോതി തന്നുമ്മ, ആനം ഭൂമിയോളം ക്ഷമ പേറും ഉമ്മ, മൗത്ത് വരെ എന്നെ ഓർപ്പുന്നയുമ്മ, മാറന്നിട്ടകന്നിട്ട് വീട് പോയാലും കരളിലുണ്ടുമ്മ, തുടരും എന്തുമ്മ, മാനേതേനെയെന്നുള്ള വിളിയിലെ സ്നേഹം മറക്കുന്നതെങ്ങിനാ, പാലോല പാട്ടോ
രാവുകളേറെയും ഓർമ്മയാ. അതുകൊണ്ട് ആ ഉമ്മയെ സ്നേഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അള്ളാന്റെ സ്വർഗം നേടുന്നവരുടെ കൂട്ടത്തില് അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപ്പമാരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ പറഞ്ഞ വിഷയം മൊത്തം ഉപ്പമാരെ പറ്റി മാത്രമായിരുന്നു. അൽഹംദുലില്ലാ, സ്നേഹക്കടലാണ് ഉപ്പ എന്നുള്ള വിഷയം ഉപ്പമാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു. ഇന്നലെ ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടും ഉപ്പമാരെ പറ്റി പറയണം. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സംഗമത്തിൽ വന്ന എല്ലാവരെയും അള്ളാഹു തആല സ്വീകരിക്കട്ടെ. വിശേഷ്യ എന്നെ മജ്ലിസിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ലിയാഖത്ത് അലി തങ്ങൾ, അള്ളാഹുവേ നല്ല മജ്ലിസാണ്. ആയിരങ്ങള് സന്തോഷത്തോടെ വന്നിട്ട് സങ്കടങ്ങൾ മാറ്റിപ്പോകുന്ന ഒരു മജ്ലിസാണ്. അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഇനിയും ഉയരങ്ങളിലേക്ക് അള്ളാഹു തആല എത്തിക്കട്ടെ. അതുകൊണ്ടല്ലേ ഉസ്താദുമാര് സയ്യിദന്മാരൊക്കെ മജ്ലിസിൽ എത്തുന്നത്. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഉമ്മാനെ വാപ്പാനെ സ്നേഹിച്ച ജീവിതം മെച്ചപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ മജ്ലിസിൽ വന്ന എല്ലാവരെയും അള്ളാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരുടെ ആഗ്രഹങ്ങളും അള്ളാഹു തആല ഖബൂലാക്കട്ടെ. പടച്ചവനെ, ആരൊക്കെ എത്രയെല്ലാം ദൂരത്തുനിന്ന് കടന്നു വന്നോ അതിനൊക്കെ പകരം പടച്ചവനെ പരിശുദ്ധമായ ജന്നാത്തിൽ ഫിർദൗസിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, മാരകമായ രോഗങ്ങൾ, സങ്കടങ്ങൾ, ശരീരങ്ങൾ വെട്ടിപ്പുളക്കുന്ന രോഗങ്ങൾ, അള്ളാഹുവേ, വായിലൂടെ മൂക്കിലൂടെ ട്യൂബിട്ടുകൊണ്ട് കിടക്കുന്ന രോഗങ്ങൾ, അതിനെയൊക്കെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും കാത്തിരക്ഷിക്കണേ പടച്ചവനെ. അള്ളാഹുവേ, വാഹന അപകടത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഈ മജ്ലിസിൽ എത്ര ദൂരെ ഓടി വന്നോ അവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാ, നമ്മളെയൊക്കെ ഇവിടത്തേക്ക് വിളിച്ച ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അൽഹംദുലില്ലാ ലിയാഖത്ത് അലി തങ്ങൾ, പടച്ചവനെ, തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനെ.